ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്വീറ്റ് ബണ്ണാണ്. അപ്പോൾ ഇത് അധികം ആരും കഴിച്ചു കാണാൻ ചാൻസ് ഇല്ല, കാരണം അതൊരു ഫിലിപ്പീൻ സ്നാക്കാണ്. അപ്പോൾ അത് ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള അടിപൊളി ബണ്ണാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോസിന് താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. 2 കപ്പ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. മൈദയോ അതല്ലെങ്കിൽ ആൾ പർപ്പസ് ഫ്ലോറോ എന്താ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അത് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പാലാണ്, മിൽക്ക്. അപ്പോൾ ഒരു 200 മില്ലി എടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ അടഫ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പാലാണ്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ്. പിന്നെ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ചെറിയ ചൂടുള്ളൊരു വെള്ളം. പിന്നെ വാനിലയുടെ എസൻസ്. പിന്നെ നമുക്കതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഫില്ലിങ്ങിനായിട്ട് നമ്മൾ ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ബണ്ണിൻ്റെ അളവനുസരിച്ചിട്ട് ആവശ്യത്തിന് എടുത്താൽ മതി. പിന്നെ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ 1 മുറിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, ആ പരിപ്പിനനുസരിച്ചിട്ട്. പിന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ആവശ്യമുണ്ട്. അപ്പം നമുക്കിനി ബണ്ണിൻ്റെ മാവ് റെഡിയാക്കാം. അപ്പം അതിന് ആദ്യം നമുക്ക് ഈസ്റ്റ് ഒന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ അത് നമ്മൾ ഈസ്റ്റും വെള്ളവും നന്നായി മിക്സ് ചെയ്യണം. പഞ്ചസാരയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതൊന്ന് നന്നായി അലിയണ വരെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളത് നന്നായി ചേർന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ബണ്ണിനുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പാല് 200 മില്ലി എടുത്ത് വെച്ചത് മുഴുവനായിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡർ എടുത്ത് വെച്ചതും ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം. വാനിലയുടെ എസൻസ് ആണ്, അത് ഒരു ടേസ്റ്റ് ഒരു ഇത്തിരി 2-3 ഡ്രോപ്സ് അത്ര മതി. ബേക്കിംഗ് പൗഡറാണ്, അപ്പോൾ അതും ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് മൈദ കുറേശ്ശായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സാക്കി കൊടുക്കാം. നമുക്കിതേക്ക് ഒരു ഇത്തിരി ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ അതിൽ കാണിക്കാൻ വിട്ടുപോയി. അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നന്നായി സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ എല്ലാ മൈദയും നന്നായി കുഴച്ചൊരു മാവിൻ്റെ രൂപത്തിലാക്കി, സോഫ്റ്റ് മാവിൻ്റെ രൂപത്തിലാക്കി അങ്ങനെ കിട്ടുന്ന രീതിയിൽ കുഴക്കാം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇനി ഇത് നമുക്കൊരു അരമണിക്കൂറല്ല, ഒരു 2-3 മണിക്കൂർ മാറ്റി വെക്കാം. ആ മാവൊക്കെ ഒന്ന് സെറ്റ് ആവണ വരെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കാം. അതിൻ്റെ ഉള്ളിലേക്കുള്ള അതിന് നമ്മൾ ചെറുപയർ ആദ്യം ഒന്ന് നന്നായി വറുത്തെടുക്കണം, അതിൻ്റെ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. ചെറുപയർ എത്ര ഉണ്ടോ അതിന് ഡബിൾ വെള്ളം വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. 1-2 വിസിലടിച്ചാൽ മതി, അപ്പോഴേക്കും ചെറുപയർ വെന്ത് കിട്ടും. അപ്പോൾ ഇത് വെന്ത് വന്ന ചെറുപയറാണ്. ഇനി നമുക്കിത് റെഡിയാക്കാം, ഫില്ലിങ്സ് റെഡിയാക്കാം. പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു മുറി തേങ്ങ മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുപയറിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, എത്ര വെച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ സ്വീറ്റിനനുസരിച്ചിട്ട് എത്ര വേണമെന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറുപയർ വെന്തതിന് ശേഷം മാത്രം ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ല ശരിക്കും പിന്നെ ചെറുപയർ കല്ല് പോലെ അങ്ങനെ കിടക്കും. അപ്പോൾ ഇതൊന്ന് ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് നല്ലോണം തിക്ക് പേസ്റ്റായി വരുന്ന വരെ നമുക്കിങ്ങനെ അടി പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ അടി പിടിക്കൂല.
അപ്പോൾ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും ഒന്നും കൂടെ കട്ടിയിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് തിക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് 2-3 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബണ്ണുകളാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിത് അപ്പോൾ നമുക്കിനിത് എത്ര ബണ്ണ വേണ്ടി വെച്ചാൽ അത്രയും ഭാഗങ്ങളാക്കിയെടുക്കാം. പൊടി കുറച്ച് യൂസ് ചെയ്യാൻ പാടുള്ളത് പരത്തുമ്പോൾ. കുഴലുകൊണ്ട് പരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ പൊടി കൂടുതൽ വേണ്ടി വരും. അപ്പോൾ നമുക്കത് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ബണ്ണീൻ്റെ ഷേപ്പാക്കി എടുക്കാൻ പറ്റും. പൊടി കൂടുമ്പോൾ ഇത് ഒട്ടാതെ വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫില്ലിങ്സ് പുറത്ത് വരും. അതുകൊണ്ടാണ് പൊടി അധികം ചേർക്കേണ്ടതെന്ന് പറയണത്. നമ്മളിപ്പോൾ കുഴലിൽ പരത്തുമ്പോൾ ഇത്രയും പൊടി പോരാ, ഇതിനും കൂടുതൽ പൊടി വേണ്ടി വരും പരത്തി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അതൊരു സ്റ്റിക്കി ആയിട്ടുള്ള മാവാണ്, അതുകൊണ്ട്. പിന്നെ ഇത് നമുക്ക് എത്ര ബണ്ണ് വേണോ അത്രയും പീസാക്കി എടുക്കാം. പീസാക്കുമ്പോൾ ഷേപ്പൊന്നും വേണമെന്നില്ല, നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ഷേപ്പാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 8 ബണ്ണ് എന്നുള്ള കണക്കിനാണ് ഷേപ്പാക്കണത്. ഇതുപോലെ തന്നെ നമ്മളെ കയ്യിലിട്ടൊന്ന് പരത്തിയിട്ട് റൗണ്ട് ഷേപ്പാക്കിയിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫില്ലിങ് നല്ലോണം കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ സെൻട്രലായി വെച്ച് കൊടുക്കാം. ഇനി ഇത് ഇതുപോലെ കവർ ചെയ്യാം. പൊടി കൂടുതലായാൽ നമുക്കിതുപോലെ പിടിച്ചാൽ കിട്ടൂല, അതാണ് പൊടി കുറച്ചെടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബണ്ണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇത് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടാക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ച് കുറവിൽ വേണം ചൂടാക്കാൻ. പെട്ടെന്ന് ഇത് കരിയും. അപ്പോൾ വളരെ കുറഞ്ഞ തീയിൽ നമുക്ക് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് അങ്ങനെ ഇടുമ്പോൾ അത് കരിയും. അപ്പോൾ രണ്ട് സൈഡ് മാറി മാറി വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ഉണ്ടാക്കിയിരുന്ന പണിയേക്കാളും ഡബിൾ സൈസായിട്ട് വലുതാവും. ഇതാണ് നമ്മുടെ ബണ്ണ്. ഇത് കാണുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും ബട്ടറോ നെയ്യോ ആക്കിയതിന് ശേഷം നമുക്ക് ഷുഗറിലിട്ടിട്ട് കോട്ട് ചെയ്യാം. ഷുഗർ എന്ന് പറയുമ്പോൾ കാസ്റ്റർ ഷുഗറാണ് നല്ലത്. അതും നമ്മുടെ സാധാ ഷുഗറും പാടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കോട്ട് ചെയ്തിട്ടാണ് നല്ലത്. അതില്ലാത്തവർക്ക് നമ്മുടെ സാധാ ഷുഗർ ആയാലും മതി. അപ്പോൾ അതുപോലെ എല്ലാം കോട്ട് ചെയ്തെടുത്താണ്. അപ്പം നമ്മുടെ സ്വീറ്റ് ബണ്ണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരിക്കൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു ബണ്ണാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ, മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.